ഇനി കൽത്തപ്പം ശരിയായില്ലെന്ന് ആരും പറയില്ല. അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി കുതിർത്തിയത് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ്, 2 നുള്ളു ഉപ്പ്, അതുപോലെ 2-3 ഏലക്ക ഇട്ടിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കിയെടുക്കാം. ഇനി അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ ഈ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം. എന്നിട്ടൊന്നും പാടെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് ഒരു പാനിലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറിയുള്ളി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നല്ലവണ്ണം തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം അടിച്ച് വെച്ചിട്ട് ചൂടാറിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.